വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് കിട്ടുന്ന മിഠായികൾ കാണാൻ പ്രത്യേക രസമാണല്ലേ. അതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണെങ്കിലോ ഒരുപാട് ഇഷ്ടമായിരിക്കും. ആ ബോക്സിൻ്റെ ഷേപ്പിനോടുള്ള ഇഷ്ടവും അതിനുള്ളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ പ്ലാസ്റ്റിക് മെറ്റീരിയലിനോടുള്ള ഇഷ്ടവും അതൊന്ന് വേറെ തന്നെയാണല്ലേ. അതിൽ മിഠായികളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടുന്ന റാപ്പേഴ്സ് നിങ്ങൾ എന്താ ചെയ്യാറ്? കത്തിച്ച് കളയാണ് പതിവ്. അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് നോക്കി നോക്കിയാലോ. അപ്പോൾ ഈ റാപ്പേഴ്സ് ഞാനിതാ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ചുമ്മാ ഒരു കാർഡ്ബോർഡ് പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മളിതാ ഈ ബബിൾസ് പോലെയുള്ള പോർഷൻസ് ഒട്ടിച്ച് കൊടുക്കാൻ പോകാൻ കേട്ടോ. കുറച്ച് നാളായി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത് വെച്ചിട്ട് നമ്മളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഇത് വെച്ചിട്ട് നമ്മൾ ഗോൾഡൻ കളറിലുള്ള ഒരു ബഞ്ച് ഓഫ് ഗ്രേപ്സ് ഉണ്ടാക്കിയെടുക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ ഈ മുന്തിരിക്കലകൾ കാണാൻ നല്ല രസമായിരിക്കില്ല. കുട്ടികൾക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമായിരിക്കും. അവർക്കും സ്വയം ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞി ക്രാഫ്റ്റും കൂടിയാണ് കേട്ടോ. കുറച്ച് പശയും അതുപോലെ തന്നെ ഒരു കാർഡ്ബോർഡ് കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റില്ലേ. ഇതുപോലെ കിട്ടുന്ന റാപ്പേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പല ക്രാഫ്റ്റ് ഐഡിയകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളൊരു ഉടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മുന്നേ. ആ വീഡിയോ കാണാത്തവർ പോയി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ബൈ.